നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. അതിലെ ആദ്യ ടോപ്പിക്കായ സംസ്ഥാന പ്രതീകങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഭരണഭാഷ ഏതാണ്? മലയാളം. കേരളത്തിലെ ഭരണഭാഷ മലയാളമാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം 2014. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം 2014. കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായ എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചതാരെ? MT വാസുദേവൻ നായർ. കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായ എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായർ. ഏത് വർഷമാണ് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയത്? 2018 ഒക്ടോബർ 21. 2018 ഒക്ടോബർ 21 മുതലാണ് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേശ്യ ഫിസ്റ്റുല. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ജന്തുശാസ്ത്ര നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ജന്തുശാസ്ത്ര നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ശാസ്ത്രനാമം കോക്കോസ് ന്യൂസിഫറ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കോക്കോസ് ന്യൂസിഫറ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ബ്യൂസറസ് ബൈക്കോർണിസ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രനാമം ബ്യൂസറസ് ബൈക്കോർണിസ്. മലമുഴക്കി വേഴാമ്പലിന്റെ കൊക്കിന്റെ നിറം മഞ്ഞ. മലമുഴക്കി വേഴാമ്പലിന്റെ കൊക്കിന്റെ നിറം മഞ്ഞ. ബുദ്ധമയൂരിനെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി 2018 നവംബർ 12. ബുദ്ധമയൂരിനെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി 2018 നവംബർ 12. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. കരിമീനിനെ പേൾ സ്പോട്ട് സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ച വർഷം 2010. കരിമീനിനെ പേൾ സ്പോട്ട് സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ച വർഷം 2010. കരിമീനിന്റെ ശാസ്ത്രനാമം എത്രോപ്ലസ് സുരാറ്റൻസിസ്. കരിമീനിന്റെ ശാസ്ത്രനാമം എത്രോപ്ലസ് സുരാറ്റൻസിസ്. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. അടുത്തത് നമുക്ക് കുറച്ച് സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് നോക്കാം. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, അതിലെ കാർഷിക പദ്ധതികളെ കുറിച്ച് ആദ്യം നമുക്ക് പരിചയപ്പെടാം. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുക്കപ്പെട്ട അണ്ണാരക്കണ്ണനാണ് ചില്ലു. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുക്കപ്പെട്ട അണ്ണാരക്കണ്ണനാണ് ചില്ലു. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMS-ന്റെ പൂർണ്ണരൂപമാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMS-ന്റെ പൂർണ്ണരൂപമാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം.
ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTCയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക്. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTCയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എല്ലാരും പാടത്തേക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എല്ലാരും പാടത്തേക്ക്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. കോവിഡ് ബാധിതയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. സുഗതകുമാരിയോടുള്ള ആദര സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. സുഗതകുമാരിയോടുള്ള ആദര സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സജ്ജീവനി. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സജ്ജീവനി. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സജ്ജീവനി. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സജ്ജീവനി. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിമാൻ. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ. അടുത്തത് നമുക്ക് കുട്ടികൾക്കായുള്ള പദ്ധതികളെ കുറിച്ച് പരിചയപ്പെടാം. കുട്ടികൾക്കായുള്ള പദ്ധതികൾ. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ്. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പാണ് യോദ്ധാവ്. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പാണ് യോദ്ധാവ്. ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച്. ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച്. ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള
കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ്. ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ്. കേരള കായിക വകുപ്പിന്റെ ബാസ്കറ്റ്ബോൾ പരിശീലന പദ്ധതിയാണ് ഹൂപ്സ്. കേരള കായിക വകുപ്പിന്റെ ബാസ്കറ്റ്ബോൾ പരിശീലന പദ്ധതിയാണ് ഹൂപ്സ്. 5 മുതൽ 12 വരെയുള്ള പ്രായ വിഭാഗത്തിൽ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ്. 5 മുതൽ 12 വരെയുള്ള പ്രായ വിഭാഗത്തിൽ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ്. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയ തടയുന്നതിനു വേണ്ടി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ ബാല്യം. ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ ബാല്യം. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ്. കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതി സ്പ്ലാഷ്. സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ P100. സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ P100. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവകേരളം യുവകേരളം. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവകേരളം യുവകേരളം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. മത്സ്യഫെഡ് KSFയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന രീതിയാണ് പ്രതിഭാ തീരം. മത്സ്യഫെഡ് KSFയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം. കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അമ്മ തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അമ്മ തൊട്ടിൽ. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ
കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേനമൃത്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേനമൃത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥൗല്യം. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥൗല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അടുത്തത് നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ ആദ്യത്തെ എന്നുള്ള രീതിയിൽ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ. തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം തൃശൂരിലെ ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ. കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭയാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ തിരൂർ. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ലഹരി വിമോചന കേന്ദ്രമാണ് കറുക്കുറ്റി. എറണാകുളം ജില്ലയിലെ കറുക്കുറ്റി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ലഹരി വിമോചന കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലെ കറുക്കുറ്റി. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയിലെ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖാദി ഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖാദി ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ. കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങളാണ് കാപ്പിക്കലം, കുട്ട്യം, വയൽ. കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങളാണ് കാപ്പിക്കലം, കുട്ട്യം, വയൽ. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്താണ് പാമ്പാക്കുട. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട. തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തൃശൂർ ജില്ലയിലെ തളിക്കുളം. തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തൃശൂർ ജില്ലയിലെ തളിക്കുളം. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമായതാണ് തൃശൂർ ജില്ലയിലെ തളിക്കുളം. കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് ആണ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണൻപാറ. കേരളത്തിലെ ആദ്യത്തെ
ഗ്ലോബൽ ആർട്ട് വില്ലേജ് ആണ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണൻപാറ. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയിൽ. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയിൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത ഗ്രാമമാണ് മുല്ലക്കര. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമമാണ് മുല്ലക്കര. അടുത്തത് നമുക്ക് ആരോഗ്യ പദ്ധതികളെ കുറിച്ച് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. സുഹൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. സുഹൃതം പദ്ധതി ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ്? കിടപ്പ് രോഗികൾക്ക്. സാന്ത്വന പരിചരണം നൽകുന്നത് കിടപ്പ് രോഗികൾക്കാണ്. KASP എന്നതിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. KASP എന്നതിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കലാ സാഹിത്യ വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്താനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ. കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കലാ സാഹിത്യ വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്താനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ, എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. എൽസ എന്ന് പറയുന്നത് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം 2012. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം 2012. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ലയാണ് തൃശൂർ. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ലയാണ് തൃശൂർ. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം. ക്ഷയം എന്ന രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിറ്റ് ലൈൻ. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിറ്റ് ലൈൻ. ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. HIV ബാധിതരുടെ മക്കൾക്ക്
പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ജന്മനാ ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ജന്മനാ ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം. കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ പുനർജ്യോതി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ഇന്ന് നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന വിഷയത്തിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.